പകൽമാന്യനായ ഒരുത്തൻ്റെ രതിവൈകൃതത്തിന് ഇരയാകേണ്ടി വന്നയൊരു പാവമായിരുന്നു എൻ്റെ അമ്മ. തൻ്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുന്ന മുറിഞ്ഞ മുഹൂർത്തങ്ങളെ അമ്മ എനിക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ എൻ്റെ 18ാമത്തെ പിറന്നാളിൻ്റെ രാത്രിയിലായിരുന്നു. എല്ലാം കേട്ട് മകളൊരു തികഞ്ഞ പുരുഷവിരോധിയാകാതിരിക്കാനായിരിക്കണം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നും കൂടി അമ്മ അന്ന് ചേർത്തത്. ആദ്യ രാത്രിയിൽ തന്നെ ബലമായി ഭോഗിക്കപ്പെട്ട അമ്മ കരുതിയത് ഇതൊക്കെ തന്നെയാണ് വിവാഹ ജീവിതമെന്നായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു അന്യമതക്കാരനുമായി പ്രേമബന്ധത്തിലായ അമ്മയെ പരീക്ഷാഫലം വരുന്നതിന് മുമ്പ് തന്നെ കെട്ടിച്ചു വിടാനുള്ള തീരുമാനത്തിലേക്ക് കുടുംബക്കാർ എത്തുകയായിരുന്നു. പ്രേമത്തിൽപ്പെട്ടത് മോനാണെങ്കിലും മോളാണെങ്കിലും അന്നത്തെ ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും വിലക്കുമായിരുന്നുവത്രേ. മോനോട് മര്യാദക്ക് പഠിച്ചു വല്ല ജോലി നേടാനും മോളോട് കൂടുതലൊന്നും പറയാതെ അവർ തീരുമാനിക്കുന്ന വിവാഹത്തിന് സമ്മതിക്കാനും പറയുമെന്ന ഒറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുകാർ സൽഗുണ സമ്പന്നനാണെന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുത്ത തൻ്റെ ഭർത്താവിൽ നിന്നും കൊടും ലൈംഗിക പീഡനങ്ങൾ നേരിട്ട അമ്മ എത്രയോ രാത്രികളിൽ തൻ്റെ രഹസ്യാവയവങ്ങളിലെ മുറിവിൽ നീറി നൊന്തിരുന്നു. അത് പറയുമ്പോൾ അമ്മയും കേട്ടിരുന്ന ഞാനും ഒരുപോലെ കരഞ്ഞു. സ്വയം പര്യാപ്തമാകാൻ പറ്റുന്ന എന്തു വേണമെങ്കിലും ഇഷ്ടാനുസരണം നിനക്ക് പഠിക്കാമെന്ന അമ്മയുടെ വാക്കാണ് അന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫലം എനിക്ക് തന്നത്. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദവും ബിരുദാനന്ത ബിരുദവും എടുത്ത് തുടർന്ന് അധ്യാപികയായത്. അതിനുശേഷമാണ് അമ്മയുടെ കാലുകൾക്ക് വിശ്രമം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത് തന്നെ. കോളേജ് പഠനകാലത്തെ ഒരു രാത്രിയിൽ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വെറുതെ ഒരു കൗതുകത്തിനായി അമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു. ബന്ധങ്ങളുടെ കാര്യമെടുത്താൽ മിക്കവരുടെ ജീവിതത്തിലും ജീവിച്ചിരിക്കെ മരിച്ചവരാണ് കൂടുതലെന്നും പറഞ്ഞ് അമ്മ അന്ന് തിരിഞ്ഞു കിടന്നു. ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്ന കുറ്റബോധം കൊണ്ടായിരിക്കണം പിറകിലൂടെ അമ്മയെ കെട്ടിപ്പിടിച്ചതും കാലെടുത്ത് ആ ദേഹത്തിലേക്ക് കയറ്റിവെച്ച് ഏറെ നേരം ഉറങ്ങാതെ കിടന്നതും. പിറ്റേന്ന് കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങിയ എന്നോട് അച്ഛനില്ലാത്ത വിഷമം മോൾക്കുണ്ടോ എന്നും ചോദിച്ച് അമ്മ എൻ്റെ തലയിലാകെ തലോടി. കഷ്ടപ്പെട്ട് ചീകിയൊതുക്കിയ മുടി ആകെ അലങ്കോലമാക്കിയതിൽ വിഷമമുണ്ടെന്ന് ഞാൻ അമ്മയെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് മതിയായിരുന്നു അമ്മയ്ക്ക് ചിരിക്കാൻ. പൊന്നിൻകുടത്തിന് എന്തിനാണ് പൊട്ടെന്നും പറഞ്ഞ് അമ്മ കൈകൾ കൊണ്ടെൻ്റെ മുടിയൊക്കെ ശരിയാക്കി നെറ്റിയിലൊരു ഉമ്മ തന്നു. ഞാൻ ആ ഉമ്മയും മുറുക്കെ പിടിച്ചാണ് അന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രകൃതി വളരെ സ്വാഭാവികമായി എൻ്റെ ജീവനിലും ഒരു പ്രേമം പാകിയത്. തോന്നിയ ആളോട് പറയും മുമ്പേ ഞാനത് അമ്മയെ അറിയിച്ചു. കോളേജ് ക്യാൻറ്റീനിലെ ജീവനക്കാരനായ ചെറുപ്പക്കാരനോടാണ് മകൾക്ക് പ്രേമമെന്നറിയുമ്പോൾ അമ്മ എതിർക്കുമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പരാശ്രയമില്ലാതെ ജീവിക്കാനുള്ള മാർഗമുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും പ്രേമിച്ച് കെട്ടിക്കോ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നെ അന്ന് ഞെട്ടിച്ചു കളഞ്ഞു. ആ ഞെട്ടൽ മാറും മുമ്പേ ഞാൻ ക്യാൻറ്റീനിലേക്ക് പോയി എൻ്റെ പ്രേമം വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. മറുപടിയൊന്നും പറയാതെ തൊണ്ടയിലൊരു മീൻമുള്ള് കുരുങ്ങിയ പരവേശത്തിൽ ക്യാൻറ്റീനിൽ അങ്ങിങ്ങുമായി അവൻ അന്ന് മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. എൻ്റെ അവസാന വർഷ പരീക്ഷ കഴിയുന്നതിൻ്റെ അന്നാണ് അവൻ്റെ തൊണ്ടയിൽ നിന്ന് ആ മുള്ളൊഴിഞ്ഞത്. എന്നെ സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ തമ്മിൽ വെപ്രാളത്തിൽ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ ഒരു മാനമിന്നൽ പോലെ മിന്നിമറഞ്ഞു. ഞാനൊരു അധ്യാപികയും ഭാര്യയുമായി. ക്യാൻറ്റീൻ ജീവനക്കാരൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുടെ ഉത്തമ മകനുമായി പരിണാമപ്പെട്ടു. ഞങ്ങൾ 4 പേർ ചേർന്ന് സന്തോഷത്തിൻ്റെ ഒരു പുതപ്പ് തുന്നി താമസിക്കുന്ന വീട് മറയാൻ പാകം പുതച്ചു. അല്ലെങ്കിലും കെട്ടിടങ്ങൾ വീടാകുന്നതും ഇത്തരം സന്തോഷ മുഹൂർത്തങ്ങൾ വന്ന് അതിൽ പൊതിയുമ്പോഴാണല്ലോ. അന്ന് മാതൃകാ അധ്യാപകയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വേളയിൽ അമ്മയെക്കുറിച്ച് ഞാൻ വാതോരാതെ സംസാരിക്കുകയായിരുന്നു. അച്ഛനെന്ന വികാരമില്ലാതെ വളരേണ്ടി വരുന്ന കുട്ടികൾക്കും വളർത്തേണ്ടി വരുന്ന മാതാക്കൾക്കും മുന്നിൽ എൻ്റെ അമ്മയെ ഞാൻ തുറന്നു കാട്ടി. 1000 അച്ഛന് സമമായ എൻ്റെ അമ്മയ്ക്കാണ് വേദിയിൽ നിന്ന് ഞാൻ ആ പുരസ്കാരം സമർപ്പിച്ചത്. സംഘാടകരോടുള്ള എൻ്റെ അഭ്യർത്ഥന പ്രകാരം സദസ്സിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നനഞ്ഞു തിളങ്ങുന്നുണ്ടായിരുന്നു.
ഇരുന്നയിടത്ത് നിന്ന് ഇമ വെട്ടാതെ എന്നെ ഉറ്റുനോക്കുന്ന അമ്മയുടെ കണ്ണുകളിൽ ഇതിനു മുമ്പ് അത്രയും നിർവൃതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എത്ര വിളിച്ചിട്ടും അമ്മയൊന്ന് അനങ്ങിയില്ല. പുരസ്കാര ചടങ്ങിന് പങ്കെടുക്കാൻ വന്ന സകലരുടെ നോട്ടം തട്ടിയിട്ടും അമ്മ എഴുന്നേറ്റതുമില്ല. ഒടുവിൽ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ സ്പർശനത്തോടെയുള്ള വിളിയിൽ അമ്മ അദ്ദേഹത്തിലേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു. അമ്മയുടെ കണ്ണുകൾ അപ്പോഴും സദസ്സിൽ സ്തംഭിച്ചു നിൽക്കുന്ന എന്നോട് മകളേ എന്ന വിളിയോടെ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഓൾ.